എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലോട്ട് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ ചെയ്തിരുന്നത് നമ്മൾ സൈക്കോ അനലറ്റിക് അപ്രോച്ച് ആയിരുന്നു, അല്ലെങ്കിൽ സൈക്കോ ഡൈനാമിക് അപ്രോച്ചുകളെ കുറിച്ചിട്ടാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് ട്രേറ്റ് തിയറിയാണ്. ട്രേറ്റ് അപ്രോച്ചുകളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കുന്നത്. ട്രേറ്റ് തിയറി ഓഫ് പേഴ്സണാലിറ്റി ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പ്രധാനമായിട്ട് നോക്കുന്നത്. ഓക്കെ, അപ്പം എന്താണ് ട്രേറ്റ് എന്നുള്ളത് എല്ലാവർക്കും ഒരു ഇതുണ്ടാവും അല്ലെ. വാട്ട് ഈസ് മീൻ ബൈ ട്രേറ്റ് എന്നുള്ളത്? ട്രേറ്റ് എന്നുള്ളത് നമ്മളുടെ ഒരു സ്വഭാവ സവിശേഷതകളെയാണ് ആക്ച്വലി ട്രേറ്റ് എന്ന് പറയുന്നത്. അതായത് ഒരാളുടെ പേഴ്സണാലിറ്റി പറയാനായിട്ട് ഏറ്റവും അതായത് നമ്മൾ പറയല്ലോ, ഒരു വ്യക്തിയുടെ ഒരു വ്യക്തിത്വം അല്ലെങ്കിൽ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് നിർണ്ണയിക്കുന്നത് ഒരുപാട് സ്വഭാവ സവിശേഷതകളാണെന്നാണ് പറയുന്നത്. ആ സ്വഭാവ സവിശേഷതകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ട്രേറ്റ് എന്ന് പറയുന്നത്. അപ്പം ട്രേറ്റ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വ്യക്തി പൊതുവായുള്ള എല്ലാ സാഹചര്യങ്ങളിലും പ്രകടിപ്പിക്കുന്ന സ്ഥിരമായതും അതുപോലെ തന്നെ തനിമയുള്ളതുമായിട്ടുള്ള ഒരു സ്വഭാവമാണ് സ്വഭാവ സവിശേഷതയാണ് ട്രേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതാ എന്ത് ചെയ്യാണ്? പെർമനന്റ് ആയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് എന്താ പറയാ, ആ വ്യക്തി പ്രകടിപ്പിക്കുന്ന ഒരു ബിഹേവിയർ, പെർമനന്റ് ആയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് ഉണ്ടാവുന്ന ഒരു ബിഹേവിയറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ട്രേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം എപ്പോഴും നമുക്ക് ആ ഒരു പേഴ്സണാലിറ്റി എന്ന് ട്രേറ്റ് തിയറി അനുസരിച്ചിട്ട് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്? കുറെ ക്യാരക്ടറിസ്റ്റിക്സിന്റെ അല്ലെങ്കിൽ കുറെ ട്രേറ്റുകളുടെ ഒരു കൂട്ടമായിട്ടാണ് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. അപ്പൊ പേഴ്സണാലിറ്റി മനസ്സിലാക്കാനായിട്ട് ആദ്യം അയാളുടെ സ്വഭാവ സവിശേഷതകളെ മനസ്സിലാക്കാന്നുള്ളതാണ് ഈ ട്രേറ്റ് അപ്രോച്ചിലൂടെ പറയുന്നത്. അപ്പൊ ട്രേറ്റ് തിയറി എക്സ്പ്ലോർസ് പേഴ്സണാലിറ്റി ത്രൂ ഐഡന്റിഫയബിൾ ബിഹേവിയർ പാറ്റേൺസ്. ദ ടേം trait refers to relatively permanent and consistent general behavior. അതായത് ഒരു വ്യക്തി പ്രകടിപ്പിക്കുന്ന സ്ഥിരമായതും അതുപോലെ തന്നെ കൺസിസ്റ്റന്റും ആയിട്ടുള്ള, പെർമനന്റ് ആൻഡ് കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ആ ഒരു സ്വഭാവ സവിശേഷതയാണ് ആക്ച്വലി ട്രേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ആരുടെയൊക്കെയാണ് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ട്രേറ്റ് തിയറികൾ നോക്കാം. അതിൽ ഫസ്റ്റ് വൺ ആണ് ആൽപോർട്ടിന്റെ ട്രേറ്റ് തിയറി ഓഫ് പേഴ്സണാലിറ്റി. ആൽപോർട്ടിന്റെ ആണ് ഫസ്റ്റ് തിയറി. ഗോർഡൻ ആൽപോർട്ടിന്റെ ആണ് നമ്മൾ ആദ്യമായിട്ട് പഠിക്കുന്ന ട്രേറ്റ് തിയറി എന്ന് പറയുന്നത് കേട്ടോ. ഇതില് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഗോർഡൻ ആൽപോർട്ട് എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആള് ഡിക്ഷണറി എടുത്തു വെച്ചിട്ട് അതില് ഈ പേഴ്സണാലിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാക്കുകൾ ആദ്യം ഒന്ന് സോർട്ട് ചെയ്തു. ഓക്കെ, പേഴ്സണാലിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാക്കുകൾ ആദ്യം ഒന്ന് സോർട്ട് ചെയ്തു. അപ്പം അതിൽ ഏകദേശം ഒരു 18,000 വേർഡ്സ് ഒക്കെയാണ് അദ്ദേഹം സോർട്ട് ചെയ്തിട്ടുള്ളത്. അതായത് പേഴ്സണാലിറ്റി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വാക്കുകൾ എന്ന് പറയുമ്പോൾ കാം, കൂൾ, അങ്ങനത്തെ വാക്കുകളൊക്കെ ഉണ്ടാവില്ലേ. അങ്ങനെ പേഴ്സണാലിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാക്കുകൾ അദ്ദേഹം ആ ഡിക്ഷണറിയിൽ നിന്ന് അങ്ങ് സോർട്ട് ചെയ്തെടുത്തു. പിന്നീട് ഈ ട്രേറ്റ് അപ്രോച്ച് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, ഇവരെല്ലാം ചെയ്തിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത് ഫാക്ടർ അനാലിസിസ് ആണ്. ഓക്കെ, അപ്പൊ ട്രേറ്റ് തിയറിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അടുത്തൊരു വേർഡ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഫാക്ടർ അനാലിസിസ്. ഓർത്തു വെക്കുക കേട്ടോ. ട്രേറ്റ് തിയറിയുമായി ബന്ധപ്പെട്ട അടുത്തൊരു വേർഡ് ആണ് എന്താ? ഫാക്ടർ അനാലിസിസ്. ഓക്കെ, ദെൻ പിന്നീട് ഇദ്ദേഹം ഫാക്ടർ അനാലിസിസ് ചെയ്ത് അതിൽ നിന്ന് നമ്മൾ പറഞ്ഞല്ലോ, ഹി ഐഡന്റിഫൈഡ് തൗസൻഡ്സ് ഓഫ് പേഴ്സണാലിറ്റി ട്രൈറ്റ്സ്. ദെൻ അതിനെ ഗ്രൂപ്പ് ചെയ്തിട്ട് എന്താക്കി മാറ്റി? 3 കാറ്റഗറി ആക്കി മാറ്റി. ആ 3 കാറ്റഗറിയാണ് കാർഡിനൽ ട്രേറ്റ്, സെൻട്രൽ ട്രേറ്റ്, സെക്കൻഡറി ട്രേറ്റ്. ഓക്കെ, അപ്പം ഗോർഡൻ ആൽപോർട്ടിന്റെ ആണ് നമ്മൾ ആദ്യത്തെ ട്രേറ്റ് തിയറി കാണുന്നത്. ഓക്കെ, ഈ ട്രേറ്റ് തിയറിയിൽ അദ്ദേഹം പറയുന്നത് എന്താണ്? ഹി ഐഡന്റിഫൈഡ് 3 ടൈപ്പ് ഓഫ് ട്രേറ്റ്സ്. ഏതൊക്കെയാണ്? കാർഡിനൽ ട്രേറ്റ്, സെൻട്രൽ ട്രേറ്റ്, സെക്കൻഡറി ട്രേറ്റ്. ഇനി ഈ ഓരോ ട്രേറ്റുകളുടെയും ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ഈ ഓരോ ട്രേറ്റുകളും എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അതിൽ ഫസ്റ്റ് വൺ എന്താണ്? കാർഡിനൽ ട്രേറ്റ്. കാർഡിനൽ ട്രേറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം, അതൊരു സിംഗിൾ ട്രേറ്റ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു വേർഡ് നോക്കി വെക്കുക, എന്താണ്? അത് ഡോമിനന്റ് ആണ്. ഓക്കെ, അതായത് ഒരു വ്യക്തിയിൽ ആ കാർഡിനൽ ട്രേറ്റ് എന്ന് പറയുന്നത് എന്താണ്? അത് ഡോമിനന്റ് ആണ്. ഓക്കെ, അതായത് അപ്പൊ കാർഡിനൽ ട്രേറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? കാർഡിനൽ ട്രേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് റെഫേഴ്സ് ടു എ സിംഗിൾ ട്രേറ്റ് ദാറ്റ് ഡോമിനേറ്റ്സ് ആൻ ഇൻഡിവിജ്വൽസ് എൻറ്റയർ പേഴ്സണാലിറ്റി.
ഒരു ഇൻഡിവിജ്വലിന്റെ എൻറ്റയർ പേഴ്സണാലിറ്റിയിൽ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു സിംഗിൾ ട്രേറ്റ് ആണ് എന്ത്, കാർഡിനൽ ട്രേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മൾ ഗാന്ധിജി എന്ന് പറയുമ്പോൾ ഗാന്ധിജിയുടെ കാർഡിനൽ ട്രേറ്റ് എന്തായിരുന്നു? സിംപ്ലിസിറ്റി ആണ്, അല്ലെ? അപ്പൊ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് അങ്ങനെ പറയാം. അതുപോലെ തന്നെ ഇപ്പൊ നാസിസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ എന്താണ്? അവിടെ ഒരു ക്രൂരതയാണ്, അല്ലെ? അപ്പം ആ ഒരു രീതിയിലൊക്കെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഈ ഒരു കാർഡിനൽ ട്രേറ്റ് എന്ന് പറയുന്നത്. അതായത് വളരെ ഡോമിനന്റ് ആയി നിൽക്കുന്ന ഒരു ട്രേറ്റ് ആണ് ഒരു ഇൻഡിവിജ്വലിന്റെ, വളരെ ഡോമിനന്റ് ആയി നിൽക്കുന്ന ആ സിംഗിൾ ട്രേറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കാർഡിനൽ ട്രേറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയിട്ട് അല്ലെ? ഓക്കെ, ഇനി അടുത്തത് സെൻട്രൽ ട്രേറ്റ്. സെൻട്രൽ ട്രേറ്റ് എന്ന് പറയുമ്പോൾ ഒരാളില് ഇപ്പം സെൻട്രൽ ട്രേറ്റ് എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അയാളുടെ ഒരു വ്യക്തിത്വത്തിന്റെ ബേസ്, നമ്മൾ ആ ഒരു വ്യക്തിനെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് സാധാരണ യൂസ് ചെയ്യുന്ന നമുക്ക് കുറച്ച് സ്വഭാവ സവിശേഷതകൾ ഉണ്ടായിരിക്കുമല്ലോ. അതായത് സെൻട്രൽ ട്രേറ്റ്സ് റെഫേഴ്സ് ടു ദോസ് ഓർഗനൈസ്ഡ് ടെൻഡൻസീസ് വിച്ച് ക്യാൻ ബി ഓർഡിനറിലി യൂസ്ഡ് ടു ഡിസ്ക്രൈബ് എ പേഴ്സൺ. ഓക്കെ, അതായത് നമുക്ക് കാർഡിനൽ ട്രേറ്റ്സിന്റെ എന്ന് പറഞ്ഞ നമ്മൾ പറഞ്ഞു എന്താണ് അത്? ഡോമിനന്റ് ചെയ്തിരിക്കുന്നതാണ്. ഇതെന്ന് പറഞ്ഞ ക്വൈറ്റ് ജനറലൈസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു ബിഹേവിയർ പാറ്റേൺ. ഒരാളില് ഒരു ജനറലൈസ് ആയി നിൽക്കുന്ന ബിഹേവിയർ പാറ്റേൺ ആണ് എന്ത്? നമ്മളുടെ സെൻട്രൽ ട്രേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സെൻട്രൽ ട്രേറ്റിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം ഒരാളിൽ ഉണ്ടാവുന്ന ഹോണസ്റ്റി, അല്ലെ? അതുപോലെ തന്നെ എന്താ? കൈൻഡ്നെസ്, ഇൻഡിപെൻഡന്റ് ബിഹേവിയർ, അല്ലെ? ഇതൊക്കെ നമുക്ക് അയാളുടെ ഒരു പേഴ്സണാലിറ്റി ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ചില ടെൻഡൻസീസുകളാണ്, അല്ലെ? അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സെൻട്രൽ ട്രേറ്റ് എന്ന് പറയുന്നത്. ഒരാളുടെ ക്യാരക്ടർ നമുക്ക്, അല്ലെങ്കിൽ ഒരാളുടെ കോർ പേഴ്സണാലിറ്റി നമുക്ക് എന്താണ് ഈ ഒരു ട്രേറ്റ് വെച്ച് നമുക്ക് പറയാനായിട്ട് പറ്റും. മനസ്സിലായില്ലേ? ഇനി അടുത്തതാണ് എന്ത്? സെക്കൻഡറി ട്രേറ്റ്. സെക്കൻഡറി ട്രേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചില സന്ദർഭങ്ങളിൽ മാത്രം കാണുന്ന ഒരു സ്വഭാവ സവിശേഷതയാണ്. ഓക്കെ, അതായത് ചില സന്ദർഭങ്ങളിൽ മാത്രം, വിച്ച് അപ്പിയർ ഇൻ ഓൺലി എ റിലേറ്റീവ്ലി സ്മോൾ റേഞ്ച് ഓഫ് സിറ്റുവേഷൻസ്. ചില സമയങ്ങളിൽ മാത്രം കാണുന്ന ഒരു എന്താ പറയാ, ഒരു സ്വഭാവ സവിശേഷതയാണ് സെക്കൻഡറി ട്രേറ്റ് എന്ന് പറയുന്നത്. അപ്പം നമ്മളുടെ ഗോൾഡൻ ആൾപോർട്ടിന്റെ ട്രേറ്റ് തിയറിനെ കുറിച്ച് പറയുന്ന സമയത്ത് നമ്മൾ ആലോചിക്കേണ്ട കാര്യങ്ങൾ ഒന്ന് ഓർത്തു വെക്കുക. ഒന്നും കൂടെ ഒന്ന് നോക്കാം. ആൾപോർട്ടിന്റെ ട്രേറ്റ് തിയറിയിൽ അദ്ദേഹം എന്താണ് ഫാക്ടർ അനാലിസിസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ദെൻ അവിടെ അദ്ദേഹം പ്രധാനപ്പെട്ട 3 ട്രേറ്റുകളെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഏതൊക്കെയാണ്? കാർഡിനൽ ട്രേറ്റ്, സെൻട്രൽ ട്രേറ്റ്, സെക്കൻഡറി ട്രേറ്റ്. കാർഡിനൽ ട്രേറ്റ് എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയിൽ ഡോമിനന്റ് ആയി നിൽക്കുന്ന ആ ഒരു സ്വഭാവ സവിശേഷതയാണ്. രണ്ടാമത്തെ സെൻട്രൽ ട്രേറ്റ് എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയുടെ സ്വഭാവത്തെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു എങ്ങനെയാണ് നമ്മൾ ഇപ്പൊ വളരെ ദയുള്ള വ്യക്തിയാണ്, അല്ലെങ്കിൽ വളരെ സത്യസന്ധമായിട്ടുള്ള ഒരു വ്യക്തിയാണ്, അങ്ങനെ നമ്മൾ ആ വ്യക്തിയുടെ സ്വഭാവത്തെ പറയാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് എന്ത്? സെൻട്രൽ ട്രേറ്റ്, കോർ പേഴ്സണാലിറ്റി ട്രേറ്റ്സ് ദാറ്റ് കാറ്ററൈസ് എൻ ഇൻഡിവിജ്വൽ പേഴ്സണാലിറ്റി. ഓക്കെ, അതാണ് സെൻട്രൽ ട്രേറ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് എന്താണ്? സെക്കൻഡറി ട്രേറ്റ് എന്ന് പറയുമ്പോൾ എന്താ? വളരെ നമ്മൾ പറഞ്ഞു എപ്പോഴൊന്നുമല്ല, ചില സന്ദർഭങ്ങളിൽ മാത്രം കാണുന്ന വ്യവഹാര സവിശേഷതയാണ് എന്ത്? സെക്കൻഡറി ട്രേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ആളാണ് ട്രേറ്റ് തിയറിയിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആളാണ് കാറ്റലിന്റെ ട്രേറ്റ് തിയറി. രണ്ടാമത്തെ ആളാണ് കേട്ടോ കാറ്റൽ. കാറ്റലും ഇതുപോലെ തന്നെ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫാക്ടർ അനാലിസിസ് തന്നെയാണ് ഇവിടെ. ഈ ഫാക്ടർ അനാലിസിസിലൂടെ പേഴ്സണാലിറ്റി അതായത് ഈ നമ്മൾ പറഞ്ഞു ഐഡന്റിഫൈ ചെയ്യാണ്. അതായത് ഇവിടെയും അക്കോർഡിംഗ് ടു കാറ്റൽ പേഴ്സണാലിറ്റി ഓഫ് എൻ ഇൻഡിവിജ്വൽ ഈസ് കമ്പോസ്ഡ് ഓഫ് ഡിഫറെന്റ് കോമ്പിനേഷൻ ഓഫ് 4 ടൈപ്പ് ട്രേറ്റ് എന്നാണ് കാറ്റൽ പറയുന്നത്. ഓക്കെ, കാറ്റൽ ഇവിടെയും ഫാക്ടർ അനാലിസിസ് തന്നെയാണ് അദ്ദേഹം യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇവിടെയും അദ്ദേഹം യൂസ് ചെയ്തിട്ടുള്ളത് ഫാക്ടർ അനാലിസിസ് തന്നെയാണ് കേട്ടോ. ഓക്കെ, ഒരു സെക്കൻഡ്. ഇവിടെയും ഫാക്ടർ അനാലിസിസ് തന്നെയാണ് അദ്ദേഹം യൂസ് ചെയ്തിട്ടുള്ളത്. ദെൻ ഇവിടുത്തെ ഒരു കാര്യം നോക്കി നോക്കാം.
കാറ്റലിന്റെ ട്രേറ്റ് തിയറിയിൽ കാറ്റർ 4 കോമൺ ട്രേറ്റുകളാണ് ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളത്. 4 ട്രേറ്റുകളാണ് ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളത്. കോമൺ ട്രേറ്റ്, യുണീക്ക് ട്രേറ്റ്, സർഫസ് ട്രേറ്റ്, സോഴ്സ് ട്രേറ്റ്. കോമൺ ട്രേറ്റ്, യുണീക്ക് ട്രേറ്റ്, സർഫസ് ട്രേറ്റ്, സോഴ്സ് ട്രേറ്റ്. ഇനി കോമൺ ട്രേറ്റ് എന്ന് പറയുമ്പോൾ ഇത് എന്താ പറയാ, ദീസ് ട്രേറ്റ് വിച്ച് ആർ ഫൗണ്ട് വൈഡ്ലി ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ എ പോപ്പുലേഷൻ ആസ് ഓൾ. അതായത് ഇപ്പൊ ഹോണസ്റ്റി, കോപ്പറേഷൻ, അതൊക്കെയാണ് എന്ത് കോമൺ ട്രേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ. രണ്ടാമത്തെ യുണീക്ക് ട്രേറ്റ്. അതായത് കോമൺ ട്രേറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ കോമൺലി നമ്മൾ ആളുകളിൽ കാണപ്പെടുന്ന ട്രേറ്റുകളെയാണ് കോമൺ ട്രേറ്റ് എന്ന് പറയുന്നത്. യുണീക്ക് ട്രേറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ട്രേറ്റ് എന്ന് പറയുന്നത് വിച്ച് ആർ യുണീക്ക് ടു എ പേഴ്സൺ. ദീസ് ട്രേറ്റ് ആർ എന്താണ് വിച്ച് യുണീക്ക് ടു എ പേഴ്സൺ. നമ്മളുടെ ഇമോഷണൽ റിയാക്ഷൻസ് ഒക്കെയാണ് ഈ യുണീക്ക് ട്രേറ്റ് എന്ന് പറയുന്നത്. പിന്നെ വരുന്ന 2 ട്രേറ്റുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്, സർഫസ് ട്രേറ്റും സോഴ്സ് ട്രേറ്റും. സർഫസ് ട്രേറ്റ് എന്ന് പറയുന്നത് ഇത് ഈ സർഫസ് ട്രേറ്റ് എന്താണെന്ന് വെച്ചാൽ ദീസ് ട്രേറ്റ് വിച്ച് ക്യാൻ ബി ഈസിലി റെക്കഗ്നൈസ്ഡ് ഓവേർട്ട് മാനിഫെസ്റ്റേഷൻ ഓഫ് ബിഹേവിയർ. നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും ആ സർഫസ് ട്രേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളുടെ ആൾപോട്ടിന്റെ സെൻട്രൽ ട്രേറ്റ് പോലെയൊക്കെ. സോഴ്സ് ട്രേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ദീസ് ആർ അണ്ടർലൈൻ സ്ട്രക്ചേഴ്സ് ഓർ സോഴ്സസ് ദാറ്റ് ഡിറ്റർമിൻ ദ ബിഹേവിയർ ഓഫ് എൻ ഇൻഡിവിജ്വൽ. ഓക്കെ, അതായത് നമ്മളുടെ ഈ ആൾപോട്ടിന്റെ സെക്കൻഡറി ട്രേറ്റ് പോലെ നമ്മളുടെ ഉള്ളില് അണ്ടർലൈങ് ആയിട്ടുള്ള ആ ഒരു നമ്മളുടെ ബിഹേവിയറിനെ ഡിറ്റർമിൻ ചെയ്യുന്ന ട്രേറ്റുകളാണ് എന്ത് സോഴ്സ് ട്രേറ്റുകൾ എന്ന് പറയുന്നത്. ഇതില് കാറ്റിൽ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സർഫസ് ട്രേറ്റിനേക്കാളും മോർ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് സോഴ്സ് ട്രേറ്റ് ആണെന്നാണ് പറയുന്നത്. സർഫസ് ട്രേറ്റിനേക്കാളും മോർ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് സോഴ്സ് ട്രേറ്റ് ആണ്. പിന്നെ ഇദ്ദേഹത്തിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് 16 സോഴ്സ് ട്രേറ്റ് ആണ് ഇദ്ദേഹം ഫാക്ടർ അനാലിസിസിലൂടെ കണ്ടുവച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ 16 PF 16 പേഴ്സണാലിറ്റി ഫാക്ടർ ക്വസ്റ്റ്നെയർ ഇത് ചോദിക്കാറുണ്ട് കേട്ടോ. 16 PF ക്വസ്റ്റ്നെയർ ഡെവലപ്പ് ചെയ്തത് ആര് ചോദിക്കാറുണ്ട്. 16 പേഴ്സണാലിറ്റി PF ഡെവലപ്പ് ചെയ്തിട്ടുള്ള സയന്റിസ്റ്റ് ആണ് കാറ്റൽ കേട്ടോ. കാറ്റൽ ഇതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ, ഈ ഒരു ഭാഗം ശ്രദ്ധിക്കുക. 16 പേഴ്സണാലിറ്റി ഫാക്ടർ ക്വസ്റ്റ്നെയർ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് കാറ്റലാണ് കേട്ടോ. അപ്പൊ കാറ്റലിന്റെ എന്താണ് ട്രേറ്റ് തിയറി ചോദിക്കുമ്പോൾ കാറ്റൽ പറഞ്ഞിട്ടുള്ളത് എന്താണ്, കാറ്റൽ ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളത് 4 ട്രേറ്റുകളാണ് ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളത്. കോമൺ ട്രേറ്റ് ഉണ്ട്, യുണീക്ക് ട്രേറ്റ് ഉണ്ട്, സർഫസ് ട്രേറ്റ് ഉണ്ട്, സോഴ്സ് ട്രേറ്റ് ഉണ്ട്. ഓക്കെ, അതില് നമ്മൾ പറഞ്ഞു എന്താണ് സർഫസ് കോമൺ ട്രേറ്റ് എന്ന് പറയുമ്പോൾ ആ കോമൺ ആയിട്ട് കാണിക്കുന്ന സ്വഭാവങ്ങൾ, അതായത് കോപ്പറേഷൻ, ഹോണസ്റ്റി, അഗ്രഷൻ, അങ്ങനത്തെ ഒക്കെ ട്രേറ്റുകളാണ്. യുണീക്ക് ട്രേറ്റ് എന്ന് പറയുമ്പോൾ ഒരു പേഴ്സണിലേക്ക് വരികയാണെങ്കിൽ ആ വ്യക്തിയുടെ ഒരു വൈകാരിക പ്രതികരണം എന്ന് പറഞ്ഞാൽ ഇമോഷണൽ റിയാക്ഷൻസ് ഒക്കെയാണ് യുണീക്ക് ട്രേറ്റ് എന്ന് പറയുന്നത്. സോഴ്സ് ട്രേറ്റ് എന്ന് പറയുമ്പോൾ എന്താണ് അതായത് നമ്മളുടെ ഉള്ളിൽ നമ്മൾ പറഞ്ഞല്ലോ, അതായത് നമ്മളെ ഈസിലി റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്ന, നമ്മളുടെ ബിഹേവിയറിൽ നിന്ന് പെട്ടെന്ന് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്ന ട്രേറ്റുകളാണ് എന്ത് സർഫസ് ട്രേറ്റ് എന്ന് പറയുന്നത്. സോഴ്സ് ട്രേറ്റ് എന്ന് പറയുന്നത് എന്താണ്, നമ്മളുടെ ഉള്ളില് അണ്ടർലൈങ് ആയിട്ടുള്ള ആ ഒരു നമ്മളുടെ ബിഹേവിയർ ഡിറ്റർമിൻ ചെയ്യുന്ന നമ്മുടെ ഉള്ള അണ്ടർലൈങ് ആയിട്ടുള്ള ആ ഒരു ട്രേറ്റ് ആണ് എന്ത് സോഴ്സ് ട്രേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയാണ് നമുക്ക് കാറ്റലിന്റെ ട്രേറ്റ് തിയറിയിൽ പഠിക്കാനായിട്ടുള്ളത്. അതിൽ ഈ 16 പേഴ്സണാലിറ്റി ഫാക്ടേഴ്സ് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. ആ 16 ഫാക്ടേഴ്സ് ആണ്. ഇതൊന്നും പഠിക്കണം എന്നില്ല കേട്ടോ, ഇതൊന്നും പഠിക്കണം എന്നില്ല, ജസ്റ്റ് നോക്കിയാൽ മതി. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്, 16 PF അത് ആരുടെയാണ്. ഓക്കെ, അതായത് 16 പേഴ്സണാലിറ്റി ഫാക്ടർ ക്വസ്റ്റ്നെയർ ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളത് കാറ്റിലാണ് കേട്ടോ. കാറ്റിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു ടെസ്റ്റ് ആണ് 16 പേഴ്സണാലിറ്റി ഫാക്ടർ ടെസ്റ്റ് അഥവാ 16 PF എന്ന് പറയുന്നത്. അത് ഓർത്തു വെക്കുക, ക്വസ്റ്റ്യൻ വരാറുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയാണ്. അപ്പം കാറ്റലിന്റെ അഭിപ്രായത്തില് നമ്മൾ പറഞ്ഞു സോഴ്സ് ട്രേറ്റ് ആണ് ഇമ്പോർട്ടന്റ് ദാൻ സർഫസ് ട്രേറ്റ്. ഓക്കെ, 16 സോഴ്സ് ട്രേറ്റുകളാണ് ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളത് കേട്ടോ കാറ്റില്. അപ്പൊ ഇതാണ് കാറ്റലിന്റെ തിയറി വരുന്നത്. അതിനുശേഷം വന്നിട്ടുള്ള ട്രേറ്റ് തിയറി ആണ് ബിഗ് 5 പേഴ്സണാലിറ്റി ട്രേറ്റ്. ബിഗ് 5 പേഴ്സണാലിറ്റി ട്രേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ,
അതില് ബിഗ് ഫൈവ് എന്ന് പറയുമ്പോൾ ആ ബിഗ് ഫൈവ് നമുക്ക് പറയാനായിട്ട് എളുപ്പമാണ്. അത് നമുക്ക് ഓഷ്യൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേർഡ് നമ്മൾ ഓർത്തു വെക്കുക കേട്ടോ. ഓഷ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? ഓ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ശ്രദ്ധിക്കുക, ഓപ്പൺനെസ്. സി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്ട്രാവേർഷൻ. എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടോ, അങ്ങനെ ഓരോ വേർഡും നമുക്ക് എന്താണ് ഈ ഓഷ്യൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ വേർഡ് വെച്ച് നമുക്ക് അറിയാനായിട്ട് പറ്റും കേട്ടോ. ബിഗ് ഫൈവ് പേഴ്സണാലിറ്റി ട്രേറ്റുകളാണ് കേട്ടോ. നമ്മൾ സാധാരണയായിട്ട് ഇപ്പം ഒരു മാനേജർ അല്ലെങ്കിൽ ഒരു സിഇഒ പോസ്റ്റിന് അല്ലെങ്കിൽ ഒരു എംപ്ലോയിനൊക്കെ നമ്മൾ തിരഞ്ഞെടുക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ബിഗ് ഫൈവ് പേഴ്സണാലിറ്റി പേഴ്സണാലിറ്റി തിയറി നമുക്ക് വളരെ യൂസ്ഫുൾ ആണ്. കാരണം ഒരു ടീമിലേക്ക് ഒരാൾ വരുമ്പം അയാൾ എങ്ങനെയാണ് ആ ടീമുമായിട്ട് സഹകരിക്കുന്നത് എന്നറിയാനായിട്ടൊക്കെ നമുക്ക് ഈ ഒരു എന്താ പറയാ പേഴ്സണാലിറ്റി തിയറി യൂസ് ചെയ്യാറുണ്ട്. സാധാരണ ഇപ്പൊ ഒരു പ്രസന്റ് സിറ്റുവേഷനിൽ ഏറ്റവും കൂടുതൽ വെൽക്കമിങ് ആയിട്ടുള്ള തിയറികളാണ് പേഴ്സണാലിറ്റി ട്രേറ്റ് തിയറികളാണ് ബിഗ് ഫൈവ് പേഴ്സണാലിറ്റി തിയറി, അതുപോലെ തന്നെ ഐസെങ്കിന്റെ ഹയറാർക്കി തിയറി ഒക്കെ കേട്ടോ. ഓക്കെ, പിന്നെ ഇതിൽ ഈ ബിഗ് ഫൈവ് പേഴ്സണാലിറ്റി തിയറി ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് നമ്മൾ ഒറിജിനൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് 1949 പക്ഷെ നമ്മൾ ഓർത്തു വെക്കേണ്ട രണ്ട് പേരുകളാണ് മെക്രേ ആൻഡ് കോസ്റ്റ. ഓക്കെ, മെക്രേ ആൻഡ് കോസ്റ്റ, ഈ രണ്ട് പേരുകൾ നിങ്ങളൊന്ന് ഓർത്തു വെക്കണം കേട്ടോ. ഓക്കെ, അതായത് ബിഗ് ഫൈവ് പേഴ്സണാലിറ്റി ട്രേറ്റ് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ആൾക്കാർ. അപ്പം അതിൽ നമ്മൾ ഓർത്തു വെക്കുക ബിഗ് ഫൈവ് പേഴ്സണാലിറ്റി ട്രേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തിയറിയും കൂടി ഉണ്ട് ട്രേറ്റ് തിയറിയിൽ. ഓക്കെ, അതിൽ പറഞ്ഞിട്ടുള്ള 5 ട്രേറ്റുകൾ എന്താന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തു വെക്കുക. നമ്മളത് കാണാതെ പഠിക്കണമെന്നില്ല, കാണാതെ പഠിക്കാനായിട്ട് നമുക്ക് ഈ ഓഷ്യൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേർഡ് നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, അതായത് ഓപ്പൺനെസ്, എക്സ്ട്രാവേർഷൻ, പിന്നെന്താ എഗ്രീബിൾനെസ്, പിന്നെന്താ കോൺഷ്യന്റിയസ്നെസ്, പിന്നെന്താ ന്യൂറോട്ടിസം. ഓക്കെ, അപ്പൊ അങ്ങനെ ഈ ഓഷ്യൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു വേർഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ 5 പേഴ്സണാലിറ്റി ട്രേറ്റുകൾ നമുക്ക് ഓർത്തു വെക്കാൻ സാധിക്കും. പിന്നെ അത് ഡെവലപ്പ് ചെയ്തിട്ടുള്ള സയന്റിസ്റ്റുകൾ പ്രധാനമായിട്ട് ഓർത്തു വെക്കേണ്ട രണ്ട് പേരുകളാണ് മെക്രേ ആൻഡ് കോസ്റ്റ. ഓക്കെ, ഇത്രയും പേരുകൾ നമ്മളൊന്ന് ഓർത്തു വെക്കുക കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ട്രേറ്റ് തിയറി ആണ് നമ്മളുടെ, അതായത് ട്രേറ്റ് ടൈപ്പ് കം ട്രേറ്റ് അപ്രോച്ച് എന്നാണ് പറയുന്നത് നെക്സ്റ്റ് തിയറി. അത് ഐസെങ്കിന്റെ തിയറിയാണ് കേട്ടോ. തിയറി ഓഫ് പേഴ്സണാലിറ്റി തന്നെയാണ്, ഐസെങ്കിന്റെ തിയറിയാണ്. ഐസെങ്കിന്റെ തിയറി എന്ന് പറയുന്നത് അതായത് ഐസെങ്ക് ഹയറാർക്കിയൽ തിയറി എന്നാണ് പറയാ. ഈ തിയറി നമ്മൾ പറയുന്നത് എന്താണ്? ട്രേറ്റും ടൈപ്പും അല്ലെ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ എന്ത് പറയുന്നത്? ഇറ്റ് ഈസ് കോൾഡ് ടൈപ്പ് കം ട്രേറ്റ് അപ്രോച്ച് എന്ന് പറയുന്നത് കേട്ടോ. നമ്മളുടെ കാൾയുങ്ങിന് ശേഷം ഈ എക്സ്ട്രാവേർഷൻ, ഇൻട്രാവേർഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് കൂടുതൽ സ്റ്റഡി ചെയ്തിട്ടുള്ള അടുത്തൊരു സയന്റിസ്റ്റ് ആണ് ആര്? ഐസെങ്ക് എന്ന് പറയുന്നത് കേട്ടോ. ഐസെങ്ക്. ഓക്കെ, അപ്പം എന്താണ് ഐസെങ്കിന്റെ തിയറിയുടെ പ്രത്യേകതകൾ? ഓക്കെ, അതാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഐസെങ്കിന്റെ. ഓക്കെ, അപ്പൊ അതില് ഐസെങ്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ പേഴ്സണാലിറ്റി ട്രേറ്റുകളെ 4 ഹയറാർക്കിയൽ ഓർഡറിൽ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ. 4 ഹയറാർക്കിയൽ ഓർഡറിൽ ഡിവൈഡ് ചെയ്യാണ് ചെയ്തിരിക്കുന്നത് ഐസെങ്ക് കേട്ടോ. ഓക്കെ, അതില് ഐസെങ്കിന്റെ ഫസ്റ്റ് ആണ് എന്ത്? സ്പെസിഫിക് റെസ്പോൺസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് ലെവലാണ് ഹാബിച്വൽ റെസ്പോൺസ് ലെവല്, ദെൻ തേർഡ് ലെവല് ട്രേറ്റ് ലെവല്, ഫോർത്ത് ലെവല് ടൈപ്പ് ലെവല്. ഓക്കെ, അപ്പം ഐസെങ്കിന്റെ ആ ഒരു 4 ലെവല് നോക്കി നോക്കാം. ഫസ്റ്റ് വൺ സ്പെസിഫിക് ലെവലാണ്, സ്പെസിഫിക് ലെവല്, ദെൻ ഹാബിച്വൽ റെസ്പോൺസ് ലെവല്, ദെൻ ട്രേറ്റ് ലെവല്, ദെൻ ടൈപ്പ് ലെവൽ കേട്ടോ. ഓക്കെ, അപ്പൊ ഇങ്ങനെ 4 ലെവലുകളാണ് ആര് പറഞ്ഞിരിക്കുന്നത്? നമ്മളുടെ ഈ ഐസെങ്കിന്റെ ഹയറാർക്കിയൽ തിയറിയിൽ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അതില് ഐസെങ്ക് പറയാണ് ഫസ്റ്റ് ഏറ്റവും ലോവസ്റ്റ് ലെവലിൽ കിടക്കുന്നത് ഏതാണ്? സ്പെസിഫിക് റെസ്പോൺസ് ലെവലാണ്. ഈ സ്പെസിഫിക് റെസ്പോൺസ് ലെവലിൽ ചില എന്താ പറയാ ഉദ്ദീപനങ്ങൾ കനുസരിച്ചിട്ട് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ റെസ്പോൺസിനനുസരിച്ചിട്ട് എന്താണ് കുട്ടി അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ആക്ടിനനുസരിച്ചിട്ട് കുട്ടി എന്താ ചെയ്യുന്നത്? പ്രതികരിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതായത് സ്പെസിഫിക് റെസ്പോൺസ് ലെവൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ പർട്ടിക്കുലർ റെസ്പോൺസസ് ടു എനി സിംഗിൾ ആക്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ദ ലോവസ്റ്റ് ലെവൽ ഇൻ ദ ഹയറാർക്കി. ഓക്കെ,
അതായത് നമ്മൾ കുട്ടി എന്താ ചെയ്യുന്നത്, ചില ഉദ്ദീപനങ്ങൾക്ക് അനുസരിച്ചിട്ട് കുട്ടി ജസ്റ്റ് പ്രതികരിക്കുകയാണ് ചെയ്യുന്നത്. ഹാബിച്വൽ റെസ്പോൺസ് എന്ന് പറയുന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ലെവലാണ്. പിന്നീട് ഈ റെസ്പോൺസുകൾ ചേർന്ന് കുട്ടിയുടെ എന്തായിട്ട് മാറാണ്, ആ റെസ്പോൺസ്, ആ പ്രതികരണങ്ങൾ കുട്ടിയിൽ സ്ഥിരപ്പെട്ട് പല സന്ദർഭങ്ങളിൽ അത് ആവർത്തിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഒരു ഹാബിറ്റ് ആയിട്ട് മാറാണ് ചെയ്യുന്നത് രണ്ടാമത്തെ ലെവലില്. മൂന്നാമത്തെ ലെവലിൽ എന്താണ്, ഇത്തരം പെരുമാറ്റങ്ങള് കൂടുതൽ ശക്തി പ്രാപിച്ച് ട്രേറ്റ്, കുട്ടിയുടെ സ്വഭാവ സവിശേഷതകളായിട്ട് മാറുന്നു. ദെൻ നാലാമത്തെ ലെവലിൽ എന്താ സംഭവിക്കുന്നത്, ഇത്തരം ട്രേറ്റുകള് ഒന്നിച്ചു ചേർന്നിട്ട് ആ കുട്ടിയുടെ വ്യക്തിത്വ രൂപീകരണത്തിന്റെ ഏറ്റവും ഹയസ്റ്റ് ലെവലിൽ എത്താണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഐസെങ്കിന്റെ അഭിപ്രായത്തില് വ്യക്തിത്വം അല്ലെങ്കിൽ പേഴ്സണാലിറ്റി രൂപപ്പെടുന്ന ഘട്ടങ്ങൾ എന്ന് പറയുന്നത് 4 ലെവലുകളായിട്ടാണ്. അതില് ഫസ്റ്റ് വൺ അല്ലെങ്കിൽ ഏറ്റവും ലോവസ്റ്റ് ലെവല് സ്പെസിഫിക് ലെവലാണ്, സ്പെസിഫിക് റെസ്പോൺസ് ലെവലാണ്. സ്പെസിഫിക് റെസ്പോൺസ് ലെവലില് കുട്ടി ചില എന്തെങ്കിലും കാര്യങ്ങൾക്ക് പെട്ടെന്ന് കുട്ടിയിൽ ഒരു പ്രതികരണം ഉണ്ടാവുന്നു. ഓക്കെ, ഇനി ഹാബിച്വൽ ലെവലിൽ എന്താണ്, കുട്ടി പല സന്ദർഭങ്ങളിലും ഈ പ്രതികരണം ആവർത്തിക്കുകയും ചെയ്യുന്നത്. ഓക്കെ, ദെൻ ട്രേറ്റ് ലെവൽ ആവുമ്പോ എന്താവും, ഈ പെരുമാറ്റം ഈ ആവർത്തിച്ച് ലാസ്റ്റ് ഈ പെരുമാറ്റം ശക്തി പ്രാപിച്ച കുട്ടിയുടെ ഒരു സ്വഭാവ സവിശേഷതയായിട്ട് മാറുക ചെയ്യുന്നത്. ഓക്കെ, ദെൻ ലാസ്റ്റ് ലെവലിൽ എന്താണ്, ഈ ട്രേറ്റുകളൊക്കെ കൂടി ചേർന്നിട്ട് എന്തായിട്ട് മാറും, ആ കുട്ടിയുടെ അല്ലെങ്കിൽ ഒരു വ്യക്തിത്വ രൂപീകരണത്തിൽ എത്തിച്ചേരാണ് ചെയ്യുന്നത്. അതാണ് എന്ത്, ടൈപ്പ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പം 4 ലെവലുകളാണുള്ളത്: സ്പെസിഫിക് റെസ്പോൺസ്, ഹാബിച്വൽ റെസ്പോൺസ്, ട്രേറ്റ് ലെവല്, ടൈപ്പ് ലെവല്. ഓക്കെ, പിന്നെ എപ്പോഴും നമ്മൾ നെക്സ്റ്റ് ലെവല് പറയുന്നതാണ് ഐസെങ്കിന്റെ പേഴ്സണാലിറ്റി തിയറിയിൽ നമ്മൾ ഒരു എന്താ പറയാ, ട്രേറ്റ് എന്ന് പറഞ്ഞൊരു കണ്ടിന്യൂ ആയിട്ടാണ് പറയുന്നത്. നമ്മൾ ഒരിക്കലും വിചാരിക്കരുത് നമ്മൾ ഒന്നില്ലെങ്കിൽ ഐദർ എക്സ്ട്രോവേർട്ട് ഓർ ഇൻട്രോവേർട്ട്, അങ്ങനെയല്ല. 2 എക്സ്ട്രീമുകൾ മാത്രമല്ല, അതിന് നടുവിലും ചിലപ്പോൾ നമ്മളായിരിക്കാം. ഓക്കെ, 2 എക്സ്ട്രീം ലെവലിൽ മാത്രം നമ്മൾ ചിന്തിക്കരുത്. നമ്മൾ ഐദർ എക്സ്ട്രോവേർട്ട് ഓർ ഇൻട്രോവേർട്ട് അങ്ങനെയല്ല, നമ്മള് അതില് എന്താ പറയാ, അതിന്റെ ഇടയിലുള്ള എവിടെ വേണേലും ആവാം നമ്മളുടെ ഒരു സ്ഥാനം എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ അതൊരു കണ്ടിന്യൂ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് കേട്ടോ. അപ്പം ഐസെങ്കിന്റെ പേഴ്സണാലിറ്റി ഡൈനാമിക്സിൽ അദ്ദേഹം 3 തരത്തിലാണ്, അതായത് ഐസെങ്ക് ഡിറൈവ്ഡ് 3 ബേസിക് പേഴ്സണാലിറ്റി ഡൈമെൻഷൻസ്, 3 പേഴ്സണാലിറ്റി ഡൈമെൻഷൻസ് ആണ് അദ്ദേഹം ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അതൊരു കണ്ടിന്യൂ ആയിട്ടാണ് അദ്ദേഹം പറയുന്നത്. അതിൽ ഫസ്റ്റ് വൺ ഇൻട്രോവേർഷൻ, എക്സ്ട്രോവേർഷൻ. സെക്കൻഡ് വൺ നോർമാലിറ്റി, ന്യൂറോട്ടിസം. ദെൻ ലാസ്റ്റ് വൺ നമ്മൾ പറയും, അതായത് സെൽഫ് കൺട്രോൾ വേഴ്സസ് സൈക്കോട്ടിസം. ഓക്കെ, സെൽഫ് കൺട്രോൾ വേഴ്സസ് സൈക്കോട്ടിസം. ഇനി ഇതിൽ ഓരോ ലെവലിന്റെ പ്രത്യേകം നോക്കി നോക്കാം. നമുക്കറിയാം എക്സ്ട്രോവേർട്ട് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ എക്സ്ട്രോവേർട്സ് എന്ന് പറയുമ്പോൾ അതിന്റെ ഹയസ്റ്റ് ലെവലിൽ നമ്മൾ എന്തായിരിക്കും, വളരെ സോഷ്യബിൾ ആയിരിക്കും, അങ്ങനെ ഭയങ്കര എല്ലാവരുമായിട്ട് നല്ല രീതിയിൽ ഇടപഴകുന്ന ഒരാളായിരിക്കും. പക്ഷെ അതിന്റെ ലോവസ്റ്റ് ലെവൽ എന്ന് പറഞ്ഞ എന്താ, ഇൻട്രോവേർഷൻ ആണ്. അവിടെ നമ്മൾ എന്തായിരിക്കും, സ്വയം ഉള്ളിലോട്ട് ഒതുങ്ങുന്ന ഒരു വ്യക്തിയായിരിക്കും, അല്ലെ? വളരെ എന്താ പറയാ, അധികം ആരോടും സംസാരിക്കാത്ത അങ്ങനത്തെ ഒരു, നമ്മൾ പറയില്ലേ ഇൻട്രോവേർട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഉള്ളിലോട്ടൊന്ന്, അല്ലെങ്കിൽ എന്താ പറയാ, അങ്ങനത്തെ ഒരു വ്യക്തിയായിരിക്കും നമ്മൾ ഇൻട്രോവേർട്ട് എന്ന് പറയുമ്പോൾ. അത് തന്നെയാണ് ഇവിടെ ശ്രദ്ധിക്കുക, എക്സ്ട്രോവേർഷൻ, ഇൻട്രോവേർഷൻ. അത് ഹൈ എൻഡ് ഓഫ് ദിസ് ഡൈമെൻഷൻ എന്ന് പറയുമ്പോൾ ഹൈലി എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള ആൾക്കാരാണ്. സോഷ്യബിൾ, ഔട്ട് ഗോയിങ്, ഇമ്പൾസീവ്, ഒപ്റ്റിമിസ്റ്റിക് അല്ലെങ്കിൽ ജോലി ടൈപ്പുള്ള ആൾക്കാരൊക്കെ അവിടെ പെടും. ദ ലോവർ എൻഡ് എന്ന് പറയുമ്പോൾ ഹൈലി ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആൾക്കാരാണ്. അതിൽ ക്വൈറ്റ്, റിസർവ്ഡ്, റിഫ്ലക്റ്റീവ്, ഡിസിപ്ലിൻഡ്, വെൽ ഓർഡേർഡ് പീപ്പിൾ ഒക്കെയാണ് ഇൻട്രോവേർഷനിൽ പെടുന്നത്. നെക്സ്റ്റ് നോർമാലിറ്റി വേഴ്സസ് ന്യൂറോട്ടിസ് ആണ്. ഈ ഡൈമെൻഷനിലും ഇതുപോലെ തന്നെ 2 എൻഡ് ആണ് പറയുന്നത്. ലോവർ എൻഡും ഉണ്ട്, അതുപോലെ തന്നെ ഹയർ എൻഡും ഉണ്ട്. അപ്പൊ ദിസ് ഡൈമെൻഷൻ ഇൻവോൾവ്സ് ഇമോഷണൽ ഇൻസ്റ്റെബിലിറ്റി അറ്റ് ദ ലോവർ എൻഡ് ആൻഡ് ഇമോഷണൽ സ്റ്റെബിലിറ്റി അറ്റ് ദ അപ്പർ എൻഡ്. ഓക്കെ, നമ്മൾ പറഞ്ഞു, അതായത് ലോവർ എൻഡിലാണെങ്കിൽ നമ്മൾ എന്താ പറയുന്നത്, ലോവർ എൻഡില് നമ്മൾ ഇമോഷണൽ ഇൻസ്റ്റെബിലിറ്റി ആണ്, അപ്പർ എൻഡിൽ നമ്മൾ ഇമോഷണൽ സ്റ്റെബിലിറ്റി ആണ് പറയുന്നത്. ന്യൂറോട്ടിക്കും നോർമലും. ഓക്കെ, ന്യൂറോട്ടിക്കും നോർമലും, അത് ഹൈ എൻഡും ലോ എൻഡും കേട്ടോ. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി ലോവർ എൻഡിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് പീപ്പിൾ എങ്ങനെയായിരിക്കും, മൂഡി ആയിരിക്കും, ടച്ച് ആയിരിക്കും, ആൻഷ്യസ് ആയിരിക്കും, അങ്ങനെയായിരിക്കും. അതുപോലെ തന്നെ എന്താ പറയാ, ഹു ആർ സ്റ്റേബിൾ, കാം, അതുപോലെ തന്നെ കെയർ ഫ്രീ, അങ്ങനത്തെ ആൾക്കാരൊക്കെ നമുക്ക് ഏത് വരാം, അപ്പർ എൻഡിൽ വരാം കേട്ടോ.
അപ്പർ എൻഡിൽ വരാം. ഓക്കെ, ന്യൂറോട്ടിസം നമ്മൾ ഈ നോർമൽ വേഴ്സസ് ന്യൂറോട്ടിസം എന്ന് പറഞ്ഞിട്ടുള്ള ഇതാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഇപ്പം ഇതിൽ ന്യൂറോട്ടിസം അനുസരിച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നമുക്കൊരു കൺഫ്യൂഷൻ വരരുത്. ഇത്രയും അതായത് ന്യൂറോട്ടിക് എന്ന് പറയുമ്പോൾ അവര് ഹൈ ആയിട്ടുള്ള ന്യൂറോട്ടിസം എന്ന് പറഞ്ഞിട്ടുള്ള അവസ്ഥയെ ഭയങ്കര ടെൻസ്, ആൻഷ്യസ്, ഇറേഷണൽ ആയിട്ടുള്ള അവസ്ഥയാണ്. കാം, റിലാക്സ് എന്ന് പറഞ്ഞത് അവിടെ നോർമാലിറ്റിയിലാണ് വരുന്നത് കേട്ടോ. നമുക്ക് ഓക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് സൈക്കോട്ടിസം സെൽഫ് കൺട്രോൾ ആണ്. അവിടെ നമുക്കറിയാം എന്താ പറയാ, പീപ്പിൾ ഹൈ എൻഡ് വരുമ്പോഴത്തേനും എന്തായിട്ട് മാറും, ഭയങ്കര ഈഗോസെൻട്രിക് ആയിട്ട്, ഇമ്പൾസീവ് ആയിട്ട്, ആന്റി സോഷ്യൽ ഒക്കെ ആയിരിക്കും അല്ലെ. അതുപോലെ തന്നെ ലോവർ എൻഡിൽ വരുമ്പോഴത്തേനും എന്തായിരിക്കും, വളരെ എംപതിക്, ബോൾഡ് ഒക്കെ ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. ഓക്കെ, അപ്പൊ അതാണ് നമ്മൾ സെൽഫ് കൺട്രോൾ എന്ന് പറയുന്നത് കേട്ടോ. അപ്പം ഇത് നമുക്ക് തെറ്റരുത്. നമ്മൾ എപ്പോഴും ഒരു കണ്ടിന്യൂം ആയിട്ടാണ് ഇവിടെ പേഴ്സണാലിറ്റീനെ പറയുന്നത്. ഐസെങ്കിന്റെ ആ ഒരു എന്താ പറയാ, പേഴ്സണാലിറ്റി ഡയമെൻഷൻസിൽ തന്നെ പറയുന്നത് നമ്മൾ കണ്ടിന്യൂ ആയിട്ടാണ്. എപ്പോഴും ഹയർ എൻഡും ലോവർ എൻഡും ഉണ്ട്. എന്നാൽ ഈ രണ്ട് എൻഡ് മാത്രമല്ല, നമ്മളുടെ പേഴ്സണാലിറ്റി ഇതിൽ എവിടെ വേണേലും ആവാം. അത് നമ്മൾ എപ്പോഴും മനസ്സിൽ വെക്കുക കേട്ടോ. ഓക്കെ, എക്സ്ട്രോവേർഷൻ, ഇൻട്രോവേർഷൻ. എക്സ്ട്രോവേർട്ട് എന്ന് പറയുമ്പോൾ വളരെ എന്താണ് അത് നമ്മൾ പറഞ്ഞു, ഹൈ എൻഡ് എന്ന് പറയുമ്പോൾ ഹൈലി എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള ആൾക്കാർ. ഓക്കെ, ലോവർ എൻഡ് എന്ന് പറയുമ്പോൾ ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആൾക്കാർ. ഓക്കെ, അതുപോലെ ഇവിടെ ന്യൂറോട്ടിസം വെച്ചിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ന്യൂറോട്ടിക് ആയിട്ടെന്ന് പറയുമ്പോൾ ഭയങ്കര ടെൻഷൻ, ആൻഷ്യസ് അങ്ങനത്തെ ആൾക്കാർ. ദെൻ അത് നോർമാലിറ്റിയിലോട്ട് വരുമ്പോൾ വളരെ കാം, റിലാക്സ്ഡ് ആയിട്ടുള്ള ആൾക്കാർ. ദെൻ സൈക്കോട്ടിസം എന്ന് പറയുമ്പോൾ അത് ഹൈ ആവുമ്പോൾ അഗ്രസീവ്, സെൽഫിഷ് ആയിട്ടുള്ള ആൾക്കാർ. ലോവർ എൻഡിലേക്ക് വരുമ്പോൾ ഭയങ്കര സെൽഫ് കൺട്രോൾ ഉള്ള, ഭയങ്കരമായിട്ട് എന്താ പറയാ, ഒരു ബോൾഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെയാണ്, എംപതിക് ആയിട്ട് ബോൾഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെയാണ് ഈ ലോവർ ലെവലിലേക്ക് വരുന്നത് കേട്ടോ. അപ്പൊ അതവിടെ നമുക്ക് കൺഫ്യൂഷൻ വരരുത്. ഓക്കെ, ഇത്രയാണ് നമുക്ക് ട്രേറ്റ് അപ്രോച്ചുകളിൽ പ്രധാനമായിട്ട് പറയാനുള്ളത്. അപ്പൊ നമ്മൾ ട്രേറ്റ് തിയറീസ് പറഞ്ഞത് ഒന്നുകൂടെ നമുക്ക് നോക്കാം. ട്രേറ്റ് തിയറി എന്ന് പറയുമ്പോൾ ഫസ്റ്റ് വൺ, നമ്മൾ ഓൾറെഡി ട്രേറ്റ് തിയറി എന്ന് പറയുമ്പോൾ ട്രേറ്റുകളാണ് അവിടെ എക്സ്പ്ലോർ ചെയ്യുന്നത്, പേഴ്സണാലിറ്റി ഐഡന്റിഫൈ ചെയ്യാനായിട്ട്. ഓക്കെ, അതില് ഫസ്റ്റ് തിയറി എന്ന് പറയുന്നത് ഗോൾഡൻ ആൽപോർട്ടിന്റെ ട്രേറ്റ് തിയറി ആണ്. കാർഡിനൽ ട്രേറ്റ്, സെൻട്രൽ ട്രേറ്റ്, സെക്കൻഡറി ട്രേറ്റ്. ഇനി നെക്സ്റ്റ് കാറ്റലിന്റെ ട്രേറ്റ് തിയറി ആണ്. അവിടെ 4 ട്രേറ്റുകളാണ് ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളത്: കോമൺ, യുണീക്ക്, സർഫസ്, സോഴ്സ്. അവിടെ 16 പേഴ്സണാലിറ്റി ഫാക്ടർ ക്വസ്റ്റ്യനെയർ ഓർത്തു വെക്കുക. ദെൻ ബിഗ് ഫാക്ടർ തിയറിയിൽ ഓഷ്യൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേർഡ് വെച്ചിട്ട് ബാക്കിയുള്ള 5 ഫാക്ടർ ഐഡന്റിഫൈ ചെയ്യണം. ദെൻ മെക്രെ കോസ്റ്റ, 2 വേർഡുകൾ ഓർത്തു വെക്കാം. ദെൻ ഐസെങ്കിന്റെ ടൈപ്പ് കം ട്രേറ്റ് അപ്രോച്ച് ആണ്. ഹൈറാർക്കിയൽ ലെവല്, സ്പെസിഫിക്, ഹാബിറ്റ്, ട്രേറ്റ്, ടൈപ്പ്. ഓക്കെ, പിന്നെ 2 പേഴ്സണാലിറ്റി ഡയമെൻഷൻസ് ആണ് പറയുന്നത്: ഇൻട്രോവേർഷൻ, എക്സ്ട്രോവേർഷൻ, ദെൻ നോർമൽ, ന്യൂറോട്ടിസം, സെൽഫ് കൺട്രോൾ, സൈക്കോട്ടിസം. ഓക്കെ, അതിന്റെ ഒരു ഡയഗ്രാം ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇതിലിപ്പം നമ്മൾ പറഞ്ഞില്ലേ, ഈ ബിഗ് ഫാക്ടർ തിയറി, ഐസെങ്കിന്റെ ഒരു പേഴ്സണാലിറ്റി തിയറി ഒക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇപ്പം കൂടുതൽ യൂസ് ചെയ്യുന്ന 2 പേഴ്സണാലിറ്റി തിയറികളാണ് കേട്ടോ. നവഡേയ്സ് യൂസ് ചെയ്യുന്ന നല്ല എന്താ പറയുക 2 പേഴ്സണാലിറ്റി തിയറികളാണ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് ട്രേറ്റ് അപ്രോച്ചില് പറയാനായിട്ടുള്ളത്, ട്രേറ്റ് തിയറി ഓഫ് പേഴ്സണാലിറ്റിയിൽ പറയാനായിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇവരെല്ലാം ചെയ്ത മെത്തേഡ് എന്ന് പറയുന്നത് ഫാക്ടർ അനാലിസിസ് ആണ്. അത് ഓർത്തു വെക്കുക കേട്ടോ. ഫാക്ടർ അനാലിസിസ് ആണ് ഇവരെല്ലാം ചെയ്തിട്ടുള്ള മെത്തേഡുകൾ. ഓക്കെ, അപ്പം ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മൾ ഫസ്റ്റ് നമ്മൾ സൈക്കോഡൈനാമിക് അപ്രോച്ച് പഠിച്ചു, പേഴ്സണാലിറ്റിയുടെ. 2 നമ്മൾ ട്രേറ്റ് അപ്രോച്ച് പഠിച്ചു. ഇനി നമുക്ക് പഠിക്കാനുള്ളതാണ് ഹ്യൂമനിസ്റ്റിക് അപ്രോച്ച് പഠിക്കാനുണ്ട്. പിന്നെ എറിക്സന്റെ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ് നമുക്ക് പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇനി ഇതിനകത്ത് ഇനി വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് ഇനി പറയാനായിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അപ്പൊ ശരി, ഇന്നത്തെ ക്ലാസ് ഇത്രയാണ്. ഓക്കെ, ബൈ, സി യു.